Hi everyone, our topic is two-dimensional arrays. You are already familiar with arrays and you know that arrays are available in different dimensions. And you know about one-dimensional array and their properties. എന്താ ഒരു one-dimensional array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a collection of homogeneous elements. And one more property, each element of a one-dimensional array can be another array. ഒരു വൺ ഡയമെൻഷണൽ അറേയിലെ ഓരോ എലിമെൻറ്റും മറ്റൊരു അറേ ആവാം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ഇൻറ്റ് A34. ഇതൊരു ഡിക്ലറേഷനാണ്, നിങ്ങൾക്കറിയാം. ഹിയർ നെയിം ഓഫ് ദ അറേ ഈസ് A ആൻഡ് ദിസ് അറേ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ഇൻറ്റിജർ എലിമെൻറ്റ്സ് ആൻഡ് ദിസ് അറേ ഹൂസ് സൈസ് ഇസ് 3 ആക്ച്വലി ആൻഡ് ഈച്ച് ഓഫ് ദിസ് എലിമെൻറ്റ് ഈസ് അഗെയിൻ ആൻഡ് അനദർ അറേ ഹാവിംഗ് 4 എലിമെൻറ്റ്സ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്, ദിസ് ഡിഫൈൻസ് എ ന്യൂ അറേ കണ്ടെയ്നിങ് 3 എലിമെൻറ്റ്സ്. ഓരോ എലിമെൻറ്റും എന്താണ്? ഈച്ച് ഓഫ് ദിസ് എലിമെൻറ്റ് ഈസ് ഇറ്റ് സെൽഫ് ആൻ അറേ കണ്ടെയ്നിങ് 4 ഇൻറ്റിജേഴ്സ്. ഓരോ എലിമെൻറ്റും 4 ഇൻറ്റിജേഴ്സുള്ള മറ്റൊരു അറേയാണ്. ഹിയർ വി ഹാവ് എ ഫിഗർ വിച്ച് ഇല്ലുസ്ട്രേറ്റ് സച്ച് ആൻ അറേ. നോക്കിക്കോളൂ, ദിസ് എ ഈസ് ഷോൺ ഹിയർ. ദിസ് എ ഹാസ് 3 എലിമെൻറ്റ്സ്. Actually, each of this element is again an array having 4 elements. And each of this element is designated as row number 0, row number 1, row number 2. ഓരോ എലമെൻസിലുള്ള അരയിലത്തെ ഓരോ എലമെൻസിനെയും നമ്മൾ കോളം നമ്പർ 0, കോളം നമ്പർ 1, കോളം നമ്പർ 2, കോളം നമ്പർ 3 നമ്മൾ കൊടുത്തു. So ultimately, this array is able to hold 12 elements. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അറേയിലത്തെ ഓരോ എലിമെൻറ്റിനെയും ആക്സസ് ചെയ്യണത് നോക്കാം. ഒരു വൺ ഡയമെൻഷണൽ അറേയിലത്തെ എലിമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? ഇൻഡെക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു വൺ ഡയമെൻഷണൽ അറേ ആക്സസ് ചെയ്യാറ്. ബട്ട് ഹിയർ ടു ആക്സസ് ഈച്ച് എലിമെൻറ്റ് വി നീഡ് 2 ഇൻഡിസസ്. വൺ ഇസ് എ റോ ഇൻഡെക്സ്, അനദർ വൺ ഇസ് എ കോളം ഇൻഡെക്സ്. ശരിയല്ലേ? ഇവിടുത്തെ ഒരു എലിമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഇൻഡെക്സ് പോരാ. ഏത് റോയിലാണെന്നും ഏത് കോളത്തിലാണെന്നും നമ്മൾ കൃത്യമായിട്ട് പറയണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. An element of this array can be accessed only by using 2 indices. One is a row number, another one is a column number. So an element in row number 1 and column number 3 is referred as A of 1, 3. That means 2 indices. One is a row index, another one is a column index. ഇവിടെ 1 എന്നുള്ളത് റോ ഇൻഡെക്സ് ആയിട്ടും 3 എന്നുള്ളത് കോളം ഇൻഡെക്സ് ആയിട്ടും ഉപയോഗിക്കുന്നു. സോ സച്ച് ആൻ അറേ ഈസ് കോൾഡ് എ 2-dimensional array. ഇങ്ങനെയുള്ള ഒരു അറേയാണ് എന്ത് പറയുന്നത്? 2-dimensional array. That means 2-dimensional array is also an array. Here an element can be referred only by using 2 indices. One is a row index, another one is a column index. Then we have a range for this 2-dimensional array also. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, 1-dimensional arrayക്ക് റേഞ്ച് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ 2-dimensional arrayക്കും റേഞ്ച് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ബട്ട് ദിസ് റേഞ്ച് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ 2 dimensions. അല്ലെ, 2-dimensional arrayയിൽ 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് റോ ഡയമെൻഷനും ഉണ്ട്, ഒന്ന് കോളം ഡയമെൻഷനും ഉണ്ട്. അതുകൊണ്ട് റേഞ്ച് 2 ഡയമെൻഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. റോ ഡയമെൻഷനിലത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസിനെയും, കോളം ഡയമെൻഷനിലത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ എക്സാമ്പിൾ അരേയിൽ റേഞ്ച് ഓഫ് ദ ഫസ്റ്റ് ഡയമെൻഷൻ, അതായത് റോ ഡയമെൻഷൻ ഇസ് 3 ബിക്കോസ് ദർ ആർ 3 റോസ് ആൻഡ് ദാറ്റ് ഓഫ് സെക്കൻഡ് ഡയമെൻഷൻ ഇസ് 4. സെക്കൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോളം ഡയമെൻഷനെയാണ്, അത് 4 ആണ്. Then a 2-dimensional array is a logical data structure that is useful in programming and problem solving. നമ്മൾ ഈ 2-dimensional array ഒരു പ്രോഗ്രാമിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും തന്നെയാണ് നമ്മൾ ഈ 2-dimensional array ഉപയോഗിക്കുന്നത്. യൂഷ്വലി എ 2-dimensional array ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് an object that is physically 2-dimensional. ഫിസിക്കലി 2-dimensional ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ഈ 2-dimensional array ഉപയോഗിക്കാറ്. എന്താ ഫിസിക്കലി 2-dimensional? നിങ്ങൾക്ക് പരിചയമുണ്ട്. യു ആർ ഫെമിലിയർ വിത്ത് മാപ്പ് ഓർ ചെക്ക് ബോർഡ്. ചെക്ക് ബോർഡുകളും മാപ്പുകളൊക്കെ 2-dimensional ആണ്. ഈ 2-dimensional ആയിട്ടുള്ള ചെക്ക് ബോർഡും മാപ്പൊക്കെ
റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറ്? ഈ 2-dimensional array ഉപയോഗിക്കാറ്. And this, it is also useful in organizing a set of values that are dependent upon 2 inputs. 2 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ ഓർഗനൈസ് ചെയ്യാനും നമ്മൾ ഈ 2-dimensional arrays ഉപയോഗിക്കാറുണ്ട്. നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് വി ഹാവ് എ ക്ലാസ്, ലെറ്റ് us have a class having 20 students. 20 കുട്ടികളുടെ ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആൻഡ് these students have 5 different subjects. ഈ കുട്ടികൾക്ക് 5 വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ആൻഡ് വി വോണ്ട് ടു റെപ്രസെൻറ്റ് ദെയർ മാർക്സ് ഇൻ 5 different subjects. അതായത് നമുക്ക് ഈ 20 കുട്ടികളുടെയും 5 സബ്ജക്റ്റിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഒരു 2-dimensional array. ആ 2-dimensional arrayയിൽ 20 rows ആൻഡ് 5 columns. ശരിയല്ലേ? 20 കുട്ടികളാണ്, അതുകൊണ്ട് ഓരോ കുട്ടിയുടെ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഓരോ റോയും, ഒരു കുട്ടിക്ക് തന്നെ 5 വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് അതിന് 5 കോളവും നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ക്യാൻ ഡിക്ലെയർ സച്ച് എ 2-dimensional array int marks 25. So this array can hold or by using this array we can represent the marks of 20 students in 5 different subjects. And after storing, which can easily be retrieved by using 2 indices, row index ഉം column index ഉപയോഗിച്ച് നമുക്ക് ഓരോ കുട്ടിയുടെ മാർക്ക് ഓരോ സബ്ജക്റ്റിലുള്ള 1 നമ്പറുള്ള കുട്ടിക്ക് 5ാമത്തെ സബ്ജക്റ്റിൽ എന്താണ് മാർക്ക് എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഈച്ച് എലമെൻറ്റ് മാർക്സ് ഓഫ് ij റെപ്രസെൻറ്റ്സ് മാർക്ക് ഓഫ് ith സ്റ്റുഡൻറ്റ് ഇൻ jth സബ്ജക്റ്റ്. jth സബ്ജക്റ്റിലുള്ള ith സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് മാർക്സ് ഓഫ് ij എന്ന സെല്ലിൽ നിന്ന് നമുക്ക് ലഭിക്കും. നെക്സ്റ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് 2-dimensional arrays ഇൻ മെമ്മറി. എങ്ങനെയാണ് ഒരു 2-dimensional array മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. We always think a 2-dimensional array as a table. It is easy for the programmer to think a 2-dimensional array as a table. But the hardware of most of the computers have no such facilities to store it in a tabular form. നമ്മളെപ്പോഴും ഒരു ടാബുലർ ഫോമിലാണ് 2-dimensional array വ്യൂ ചെയ്യുന്നത്. പക്ഷെ ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ കമ്പ്യൂട്ടറുകളിലില്ല. So they represent it in a linear fashion. That is just like a 1-dimensional array. അതായത് ഒരു 2-dimensional arrayയിലത്തെ എലമെൻസും ഒരു 1-dimensional ആയിട്ട് അല്ലെങ്കിൽ ലീനിയർ ഫാഷനിലാണ് സ്റ്റോർ ചെയ്യണത്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് സാധിക്കണത്. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റും എങ്ങനെയാണ് ആക്സസ് ചെയ്യണത്. നമ്മൾ സാധാരണ ഒരു 2-dimensional arrayയിലത്തെ ഒരു എലമെൻറ്റിനെ റെഫർ ചെയ്യാൻ 2 ഇൻഡെക്സുകളാണ് ഉപയോഗിക്കുന്നത്, row index and column index. So this row index and column index has to be transformed into a single index which refers the 1-dimensional array. അപ്പോൾ ഈ 2 ഇൻഡെക്സുകളെ ട്രാൻസ്ഫോം ചെയ്ത് ഒറ്റ ഇൻഡെക്സ് ആക്കണം. ആ ഒറ്റ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് വേണം ആ 1-dimensional array എന്ന എലമെൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എങ്ങനെയാണ് ഈ എലമെൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യണതെന്ന്. So to implement a 2-dimensional array, it is necessary to develop a method of ordering its elements in a linear fashion and of transforming a 2-dimensional reference to the linear representation. To represent a 2-dimensional array in memory, 2 approaches are used. One is row major, another one is column major. 2 അപ്രോച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ റോ മേജർ ആവാം അല്ലെങ്കിൽ കോളം മേജർ ആവാം. നമുക്ക് നോക്കാം എന്താണ് ഈ റോ മേജർ. എളുപ്പമാണ്. ഇൻ റോ മേജർ അപ്രോച്ച്, എലമെൻറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് റോ ആർ സ്റ്റോർഡ് ഫസ്റ്റ്, ദെൻ ദ എലമെൻറ്റ്സ് ഓഫ് ദ സെക്കൻഡ് റോ ആൻഡ് സോ ഓൺ. അതായത് റോ മേജറിൽ ആദ്യത്തെ റോയിലത്തെ എലമെൻറ്റ്സ് ആദ്യം സ്റ്റോർ ചെയ്യും, പിന്നെ അടുത്ത റോയിലത്തെ, പിന്നെ അടുത്ത റോയിലത്തെ, അങ്ങനെ റോ ബൈ റോ ആയിട്ടാണ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണത്. Whereas in column major element approach, the elements of the first column are stored first. കോളം മേജർ ആകുമ്പോൾ ആദ്യത്തെ കോളത്തിലത്തെ എല്ലാ എലമെൻസും സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ കോളത്തിലത്തെ എലമെൻസ് സ്റ്റോർ ചെയ്യുള്ളൂ, അതിനുശേഷം മൂന്നാമത്തെ കോളത്തിലത്തെ. അപ്പോൾ കോളത്തിന് മെജോറിറ്റി കൊടുത്തിട്ട്
സ്റ്റോർ ചെയ്യുന്ന അപ്രോച്ചാണ് കോളം മേജർ അപ്രോച്ച്. റോസിന് മെജോറിറ്റി കൊടുത്തിട്ട് സ്റ്റോർ ചെയ്യുന്ന അപ്രോച്ചാണ് റോ മേജർ അപ്രോച്ച്. അപ്പോൾ 2 അപ്രോച്ചുകളുണ്ട്. ഈ 2 അപ്രോച്ചുകളിലും എങ്ങനെയാണ് 2 ഇൻഡെക്സുകളായിട്ടുള്ള റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു സിംഗിൾ ഇൻഡെക്സ് ആയിട്ട് മാറ്റുന്നത്. ആ സിംഗിൾ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീനിയർ അറേ, അതായത് 1 ഡയമെൻഷണൽ അറേ ആക്സസ് ചെയ്യണത്. നമുക്ക് നോക്കാം ഓരോ അപ്രോച്ചിലും റോ മേജറിൽ എങ്ങനെയാണ്, കോളം മേജറിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്, എങ്ങനെയാണത് ലൊക്കേറ്റ് ചെയ്യണത് ഓരോ എലമെൻറ്റിനെന്ന്. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം റോ മേജറിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയണത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ക്യാരക്ടർ അറേ A23. മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. A is the name of the array, it's a character array and having 2 rows and 3 columns. 2 റോയും 3 കോളം ഉള്ള ഒരു അറേയാണത്. സോ അൾട്ടിമേറ്റ്ലി 6 elements. ഈ 6 elements നമ്മൾ ടാബുലറായിട്ട് നമ്മൾ വ്യൂ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ലീനിയർ ഫാഷനിലാണ്. അതാണ് ഈ 6 elements. They are stored with a starting position 100, 101, 102, 103, 104, 105. അങ്ങനെ 6 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കണ്ടിഗ്വസ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യണത്. ആദ്യത്തെ 100 എന്ന ലൊക്കേഷനിലാണ് ഇത് റോ മേജർ അല്ലേ, അതുകൊണ്ട് ആദ്യത്തെ റോയിലത്തെ എലമെൻറ്റ്സ് ആണ് ആദ്യം സ്റ്റോർ ചെയ്യുക. A of 0, 0 സ്റ്റോർ ചെയ്തു, അതായത് 0th റോയിലത്തെ 0th കോളം എലമെൻറ്റ്. ഇനി അതേ റോയിൽ തന്നെ 0th റോയിലത്തെ ഫസ്റ്റ് കോളം എലമെൻറ്റ്, then 0th റോയിലത്തെ സെക്കൻഡ് കോളം എലമെൻറ്റ്. നിങ്ങൾക്കറിയാം there are 3 elements in each row here in this example. അതിനുശേഷം മാത്രമാണ് അടുത്ത റോ, അതാണ് ലാസ്റ്റ് റോ. അതിലത്തെ എലമെൻറ്റ്സ് ആയിട്ടുള്ള A of 1, 0, 1, 1, 1, 2 ഇങ്ങനെയാണ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതാണ് റോ മേജർ അപ്രോച്ചിൽ ഇങ്ങനെയാണ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റോ ആൻഡ് കോളം ഇൻഡെക്സ്, അതായത് 0യും 2ഉം എങ്ങനെയാണ് 102ലേക്ക് മാറ്റുന്നത്. അതായത് നമുക്ക് A of 02 ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിംപ്ലി A of 02 എന്ന് കൊടുക്കും. പക്ഷെ സിസ്റ്റത്തിന് ആ എലമെൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യണം. അതായത് this 0 and 2 has to be transformed into 102. ഇത് 102ലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് അപ്രോച്ചാണ്, എന്ത് ഇക്വേഷനാണ് ഉപയോഗിക്കണം നമുക്ക് നോക്കാം. അതിന് തൊട്ട് താഴെ നോക്കിക്കോളൂ, ബേസ് അഡ്രസ്സ്. ഒരു അറേയുടെ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ബേസ് അഡ്രസ്സാണ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അത് 100. അത് ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ നെയിം എയിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി ഒരു ഫോർമുല ഉണ്ട്, അഡ്രസ് ഓഫ് A of ij. ഓരോ ijth എലമെൻ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എങ്ങനെയാണ്, ബേസ് അഡ്രസ് പ്ലസ് I ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് റോ പ്ലസ് j. അതായത് ijth എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ I ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് റോ, ഓരോ റോയിലും എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കുക, പ്ലസ് അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യുക, j ആഡ് ചെയ്യുക. ഇതിൻ്റെ യുക്തി ഇത്രയേ ഉള്ളൂ. ഒരു ith എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എത്ര റോസ് അതിൻ്റെ മുന്നിലായിട്ടുണ്ട് നമുക്ക് നോക്കണം. നിങ്ങൾക്കറിയാം 0th റോയിലുള്ള ഒരു എലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രീവിയസ് ആയിട്ട് 0 റോസ് ആണുള്ളത്. എന്നാൽ റോ നമ്പർ 1 ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ മുന്നിൽ ഒരു റോ ആണുള്ളത്. അപ്പോൾ ജനറലി ith റോൻ്റെ മുന്നിലായിട്ട് I റോസ് ആണുള്ളത്. സോ I ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് റോ, എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഓരോ റോയിൽ വെച്ചാൽ അത് പ്ലസ് ഇനി നമ്മൾ ആ റോയിൽ എത്തിക്കഴിഞ്ഞു. ആ റോയിൽ എത്തിക്കഴിഞ്ഞാൽ ആ നമ്മുടെ പെർട്ടിക്കുലർ എലമെൻറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ അതിൻ്റെ കോളം ഇൻഡെക്സ് ആഡ് ചെയ്താൽ മതി, പ്ലസ് j. അങ്ങനെയാണ് ഈ റൂള്, ഈ തിയറി ഉപയോഗിച്ചിട്ടാണ് ഈ ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ ഇക്വേഷൻ തന്നെ മറ്റൊരു രീതിയിൽ അഡ്രസ് ഓഫ് A of ij ഈസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് I ഇൻറ്റു കോളം സൈസ്. നിങ്ങൾക്കറിയാം ഓരോ റോയിലത്തെ എലമെൻറ്റ്സ് പറഞ്ഞാൽ കോളം സൈസ് തന്നെയാണ്. ഇവിടുത്തെ കോളം സൈസ് 3 ആണ്. അതായത് ഓരോ റോയിലും 3 എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് j പറഞ്ഞതിൻ്റെ കോളം ഇൻഡെക്സ്. ഇതാണ് അഡ്രസ് ഓഫ് A of ij കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. അഡ്രസ് ഓഫ് A of 11, അതായത് നമുക്ക് A of 11 എന്ന എലമെൻ്റ് അഡ്രസ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം A of 11 ചിത്രത്തിൽ കാണുന്നുണ്ട് 104 ആണെന്നുള്ളത്. ഈ 104 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നത് നോക്കാം. ബേസ് അഡ്രസ് അതാണ് 100 പ്ലസ് റോ I is 1 ഇൻറ്റു 3 പ്ലസ് 1, സോ വിച്ച് ഇസ് അൾട്ടിമേറ്റ്ലി ഈക്വൽ ടു 104. പറയേണ്ട ആവശ്യമില്ല. 1 ഇൻറ്റു 3 3 പ്ലസ് 1 4, 100 പ്ലസ് 4 പറഞ്ഞാൽ 104. നമുക്ക് we got the result. So this the formula that system uses
to locate a two-dimensional array element. Here size of each element is 1. നമ്മൾ ക്യാരക്ടർ അറേയാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. എപ്പോഴും എല്ലാ ലൊക്കേഷൻ്റെയും സൈസ് 1 ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ലൊക്കേഷനും 2 ബൈറ്റ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 4 ബൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് മാറുന്നുണ്ടാവും. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മുടെ ഫോർമുലയെ നമുക്ക് കുറച്ച് ജനറലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് ദ സൈസ് ഓഫ് ഈച്ച് ലൊക്കേഷൻ ഇസ് നോട്ട് 1 അല്ലെങ്കിൽ അഡ്രസ് ഓഫ് എ ഓഫ് ജെ ij is equal to base address plus I into column size plus j into size. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇൻറ്റിജർ ആണെങ്കിൽ 2 ആണ് നിങ്ങൾക്കറിയാം ഓരോ ലൊക്കേഷനിലും. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് എലമെൻറ്റ് 100, സെക്കൻഡ് എലമെൻറ്റ് അപ്പോൾ 101-ലാവില്ല, 102-ലാവും. ഞാനിത് വേറെ ഫിഗർ എടുത്ത് കാണിച്ചിട്ടില്ല, ഇതിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് എലമെൻറ്റ് 104-ലായിരിക്കും, നെക്സ്റ്റ് എലമെൻറ്റ് 106-ലായിരിക്കും, നെക്സ്റ്റ് 108 ആയിരിക്കും, നെക്സ്റ്റ് 110-ലായിരിക്കും. സോ നമ്മൾ ഫോർമുല ഇങ്ങനെ ജനറലൈസ് ചെയ്തു. ഇത് നമുക്കൊന്ന് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇഫ് ദ സൈസ് ഈക്വൽ ടു 2, സൈസ് 2 ആണെങ്കിൽ അഡ്രസ് ഓഫ് എ ഓഫ് 11 നിങ്ങൾക്കറിയാം ഇതിൽ 104 എന്നുള്ളത് 108 ആവും. അത് തന്നെ നമുക്കിവിടെ കിട്ടുക 100 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2. So 1 into 3 is 3, 3 plus 1 4, 4 into 2 is 8, 100 plus 8 is equal to 108. So we located the element. This is a formula that system uses. ഇനി അടുത്ത റോ മേജർ കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതും കൂടെ ഉണ്ട്, കോളം മേജർ അപ്രോച്ച് ആണ്. കോളം മേജർ മീൻസ് the elements of the first column are represented first, then elements of the second column and so on. ഇവിടെ ഒരു എക്സാമ്പിൾ ക്യാരക്ടർ char a 2 3 സെയിം അറേ തന്നെയാണ്, 2 റോസും 3 കോളംസും ഉള്ളത്. the total of 6 elements are there. They are started to store at location 100, 101, 102, 103, 104, 105. The representation നോക്കൂ, ആദ്യം ഫസ്റ്റ് കോളത്തിലത്തെയാണ്, അതുകൊണ്ടാണ് a of 0 0. പിന്നെ ഫസ്റ്റ് കോളത്തിൽ, അതായത് 0th കോളം കേട്ടോ. നെക്സ്റ്റ് ആ കോളത്തിലത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a of 1 0 ആണ്. അതായത് ഫസ്റ്റ് റോയിലത്തെ ഫസ്റ്റ് കോളത്തിലത്തെ രണ്ടാമത്തെ എലമെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് കോളത്തിലത്തെ എലമെൻറ്റ്സ് a of 0 1, then a of 1 1, then a of 0 2, then a of 1 2. Okay, so in this way the elements are represented. Here also base address is 100. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ കോളം മേജർ അപ്രോച്ചിൽ ഓരോ ഐ ജെ എന്നുള്ള എലമെൻറ്റ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫോർമുല മീൻസ് അഡ്രസ് ഓഫ് എ ഓഫ് ഐ ജെ ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് ജെ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് കോളം പ്ലസ് ഐ. ഇവിടെ എത്രയേ ഉള്ളൂ യുക്തി, കോളം മേജർ ആകുമ്പോൾ ഒരു എലമെൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ എത്ര കോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം 0th കോളത്തിന് ഒരു എലമെൻറ്റിൻ്റെ പ്രീവിയസ്ലി 0 കോളംസ് ആണുള്ളത്. വെറസ് കോളം നമ്പർ 1 ആണെങ്കിൽ പ്രീവിയസ്ലി 1 കോളം ഉണ്ടാവും. കോളം നമ്പർ 2 ആണെങ്കിൽ പ്രീവിയസ്ലി 2 കോളം ഉണ്ടാവും. അപ്പം jth കോളത്തിലത്തെ ഒരു എലമെൻറ്റിൽ പ്രീവിയസ് ആയിട്ട് j കോളംസ് ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് കോളംസ് പ്രീവിയസ് ടു ഇറ്റ് ഇസ് j ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് കോളം, ഓരോ കോളത്തിലത്തെയും എലമെൻറ്റ്സ് പ്ലസ് അതിനോടുകൂടി എന്ത് ആഡ് ചെയ്തു, ഐ ആഡ് ചെയ്തു. ഈ ഫോർമുല റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്രസ് ഓഫ് എ ഓഫ് ഐ ജെ ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് ജെ ഇൻറ്റു റോ സൈസ്. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈച്ച് കോളവും റോ സൈസും സെയിം ആണ്, പ്ലസ് ഐ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അഡ്രസ് ഓഫ് എ ഓഫ് 11, എ ഓഫ് 11 അവിടെ കാണുന്നുണ്ട്. അത് ഒറിജിനലി 103 എന്ന ലൊക്കേഷനിലാണ് ഉള്ളത്. നമുക്ക് ഈ 11നെ ട്രാൻസ്ഫോം ചെയ്ത് 103 ആക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. 100 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1, so which is equal to 103. So by using this equation we have transformed it. This is a case where the size is equal to 1. I told you that at all time size may not be 1. എപ്പോഴും സൈസ് ഒന്നായിക്കൊള്ളുന്നില്ല. സൈസ് ഒന്നിലധികം ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ
നമ്മുടെ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. അഡ്രസ് ഓഫ് എ ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് ജെ ഇൻറ്റു റോ സൈസ് പ്ലസ് ഐ ഇൻറ്റു സൈസ്. സൈസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. മറ്റതുപോലെ ആ ഉള്ള എലമെൻസിനെ സൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇഫ് സൈസ് ഈക്വൽ ടു 2 ദെൻ അഡ്രസ് ഓഫ് എ ഓഫ് 1 1. നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. സൈസ് 2 ആണെങ്കിൽ എ ഓഫ് 1 1ൻ്റെ അഡ്രസ്സ് 106 ആയിരിക്കും. അത് ഞാൻ പ്രത്യേകം കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1, ദാറ്റ് ഇസ് 2 പ്ലസ് 1 3, 3 ഇൻറ്റു 2 6, 6 പ്ലസ് 100 is 106. In this way, system can transform these two indices, row index and column index, into a single index which can be used to access our linear array. In this way, these two indices are transformed into a single index. ഇങ്ങനെയാണ് രണ്ട് അപ്രോച്ചസ് ടു-ഡയമെൻഷണൽ അറേ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.